ഒരു പാവപ്പെട്ട സ്ത്രീ സർജറി കഴിഞ്ഞപ്പോൾ വയറ്റിൽ കുടുങ്ങിയ കത്രിക ഏത് സർക്കാർ ആശുപത്രിയിലാണെന്ന് ഇവർ കണ്ടെത്തി നടപടി സ്വീകരിച്ചോ? ആ കത്രികയുടെ ഉത്തരവാദിത്തമെങ്കിലും സർക്കാർ ഏറ്റെടുക്കണ്ടേ? ഇനി ICUവിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് നീതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടത് സംഘടനാ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് അതിനെതിരെ മൊഴി നൽകിയ ആ പീഡിതയ്ക്കൊപ്പം നിന്ന അതിജീവിതയ്ക്കൊപ്പം നിന്ന ഹെഡ് നഴ്സിനെ 6 ദിവസക്കാലം ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും ആശുപത്രിയിൽ വരാന്തയിൽ നിർത്തിയില്ലേ? അപ്പൊ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് CPM ഭരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യമൊന്നും അങ്ങനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കണ്ട. അല്ല, ഇവര് പ്രധാനമായും ആരോപിക്കുന്നത് നടന്നുപോയ ഒരാൾ എറണാകുളത്ത് എത്തുമ്പോഴത്തേക്കും വീൽ ചെയറിന്റെ ആവശ്യം വരുന്നു എന്ന ആരോപണമാണ് പറയുന്നത്. അല്ല, അത് അവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചിട്ടും അവരുടെ വിഷമങ്ങളെ കുറിച്ചിട്ടും അവരാണ് പറയേണ്ടത്, ഞാനല്ല. ഈ P. ജയരാജൻ കേസിൽ പ്രതിയായപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ബോധമില്ലാതെ ആംബുലൻസിൽ പോയത് എന്തുകൊണ്ടാ? നടന്നു വന്ന ആളാണല്ലോ പെട്ടെന്ന് ആംബുലൻസിൽ ബോധമില്ലാതെ കിടന്നത്. അപ്പൊ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ CPM-ന്റെ സ്റ്റഡി ക്ലാസിന്റെ ഭാഗമായിരിക്കും. കലാരാജു എന്തായാലും കോൺഗ്രസ്സുകാരി അല്ലല്ലോ, കോൺഗ്രസിന്റെ ഭാഗവുമല്ല, ഇതുവരെയല്ല, ഇപ്പോഴും CPM-ന്റെ അംഗമാണെന്നാണ് അരുൺകുമാർ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ അരുൺകുമാറിനായിരിക്കും കൂടുതൽ പറ്റുന്നത്. ഞാൻ അവിടെ പരാതി കിട്ടിയാൽ അപ്പൊ തന്നെ നടപടി എടുക്കാൻ പറ്റില്ല എന്നാണ് അരുൺകുമാർ പറയുന്നത്. മുഖ്യമന്ത്രി അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. കുമാർ, ഞാൻ പറയട്ടെ, ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. ഈ ചർച്ചയുടെ അവസാനം അലമ്പുണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് എനിക്കും പറയാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളതും കൂടി താങ്കൾ ഒന്ന് കേൾക്കൂ. ഈ കലാരാജു സിനിമാ നടി അല്ലാത്തത് കൊണ്ടോ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടോ അവർക്ക് വേണ്ടി പറയാനായിട്ട് ഇടപെടാനായിട്ട് മറ്റാളുകൾ ഇല്ലാത്തത് കൊണ്ടാണോ അവരുടെ പരാതിയിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ നടപടി എടുക്കാത്തത്? അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. പിന്നെ താങ്കൾ ചോദിച്ചു രാധയെ അറിയാമോ? എനിക്ക് രാധയെ അറിയില്ല, ആരെയും അറിയില്ല. പക്ഷേ രാധയെ കൊന്ന കേസിലെ പ്രതികൾക്ക് പാർട്ടിയിൽ ഉന്നത സ്ഥാനം കൊടുത്ത് ഞങ്ങൾ വെച്ച് വഴിക്കുന്നില്ല. അവരെയൊക്കെ കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടില്ല. പക്ഷെ പെരിയ കേസിലെ കൊലപാതകങ്ങളുടെ ഭാര്യമാർക്ക് ഒന്നാം പ്രതിയുടെ ഭാര്യയ്ക്ക് 1ാം സ്ഥാനവും 2ാം പ്രതിയുടെ ഭാര്യയ്ക്ക് 2ാം സ്ഥാനവും അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്ത് ജോലി കൊടുക്കാനും അതുപോലെ PP ദിവ്യയ്ക്ക് രാജിവെച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പകരം മറ്റേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊടുത്ത് സംരക്ഷിക്കാനും ഒക്കെ ഇപ്പൊ അവസാനം UK സലീമിനെ കൊന്നത് അടക്കമുള്ള കേസുകൾ വരുന്നുണ്ട്. ഇത് കൊന്നതിന്റെ കഥ പറഞ്ഞ് പരസ്പരം ടാലി ചെയ്യാനല്ല ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ കൊന്ന ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് CPM-ന് മാത്രമേ കേരളത്തിലുള്ളൂ, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കണം. അവിടെ നിർത്തുക. അടുത്തത്, CPM നേതാക്കന്മാർക്കെതിരെ പോലീസ് കള്ളക്കേസെടുത്തെന്നാണ് അരുൺകുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അല്പം മുമ്പ് 2ാം ഘട്ടത്തിൽ താങ്കൾ പറയുന്നത് പോലീസ് അതിൽ കാര്യക്ഷമമായി നടപടി സ്വീകരിച്ചു എന്ന്. അപ്പൊ CPM-ന്റെ 4-5 പ്രതികളെ അറസ്റ്റ് ചെയ്തത് കാര്യക്ഷമമായ നടപടിയാണെങ്കിൽ താങ്കൾ ആദ്യഘട്ടത്തിൽ അത് കള്ളക്കേസാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കള്ളക്കേസ് അല്ലെങ്കിൽ കാര്യക്ഷമമായ കേസായിട്ട് അന്വേഷിച്ച് നടപടിയെടുത്തതാണെങ്കിൽ ഏരിയ സെക്രട്ടറി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ താങ്കൾ പറഞ്ഞത് എന്താ? പോലീസ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, മക്കളുടെ പരാതിന്മേലാണ്. FI സ്റ്റേറ്റ്മെന്റ് മക്കളുടെയാണ്, പോലീസ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാത്തതെന്ന്. അങ്ങനെ പോലീസിന് കൃത്യമായിട്ട് എല്ലാം ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് മക്കളുടെ FI സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടും ഏരിയ സെക്രട്ടറിയെ, മുനിസിപ്പൽ ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ പ്രതിയാക്കി കേസെടുത്തത്? കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലീസിന് അക്കാര്യത്തിൽ ബോധ്യമുണ്ട്. കേസെടുത്തിട്ടുണ്ടെങ്കിൽ 1ാം പ്രതിയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? ഈ 1ാം പ്രതി മാധ്യമങ്ങൾക്ക് മുമ്പ് വന്ന് വീണ്ടും വീണ്ടും കലാരാജുവിനെ ആക്ഷേപിക്കുന്ന നിലപാടെടുക്കുന്നുണ്ടല്ലോ. ഈ 1ാം പ്രതി പാവപ്പെട്ട സഖാക്കന്മാരെ താഴെ തട്ടി. അല്ല, ഞാൻ ചോദിക്കട്ടെ രഞ്ജിനി, അനൂപ് ജേക്കബ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ആരെങ്കിലും ഒന്ന് ഉറക്കെ ഒച്ച വെച്ച് പേടിപ്പിച്ചതായിട്ടെങ്കിലും കേട്ടിട്ടുണ്ടോ? അനൂപ് ജേക്കബ് ഗൂഢാലോചന നടത്തി CPM നേതാക്കന്മാരെ കയ്യേറ്റം ചെയ്തു ആക്രമിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറയാം, കള്ളത്തരവും പറയും, ഈ കൊലപാതകവും നടത്തും, ന്യായീകരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിയമസഭയുടെ അകത്ത് KK രമയെ ഉന്തിയിട്ട് ഒന്ന് മിണ്ടാതിരിക്കുക അരുൺകുമാർ, ഒരു സാമാന്യ മര്യാദ കാണിക്കും. താങ്കൾ ഒരു വക്കീലല്ലേ, ഞാൻ നിയമം പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് സാമാന്യ നിയമബോധമേ ഉള്ളൂ. പക്ഷേ താങ്കൾ നിയമ പണ്ഡിതനും കൂടിയാണല്ലോ. അപ്പൊ താങ്കൾ പറയുന്ന ഈ നിയമത്തിലെ കുറെ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത്, നിയമസഭയ്ക്കകത്ത് KK രമയെ തള്ളിയിട്ട് കൈയൊടിച്ചിട്ട് അവരുടെ കൈക്ക് പൊട്ടലില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഡോക്ടറാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. നിങ്ങൾ അങ്ങനെ പലതും പറയും. അപ്പൊ ഇനി കലാരാജുവിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇതെല്ലാം തോന്നലാണ്, മിത്താണെന്ന് കൂടി നിങ്ങൾ പറയാതിരുന്നാൽ മതി. കലാരാജുവിനെ കുറിച്ച് പറയുന്നതല്ല ഈ ചർച്ച, മനോരമയിലെ ചർച്ചയും BJP-യുടെ പ്രതിനിധിയും ഞാനും രഞ്ജിനിയൊക്കെ പറഞ്ഞത് നാളെ മിത്താണെന്നും കൂടി നിങ്ങൾ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും വിശ്വാസവും. അതിനപ്പുറത്ത് എന്താ പറയണ്ടേ? നിങ്ങൾ ഈ ശുദ്ധ തോന്നിവാസം ചെയ്ത് പോക്കിരിത്തരം കാണിച്ച് തെമ്മാടിത്തരം കാണിച്ച് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും പരസ്യമായിട്ട് കാണുന്നു, ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുന്നു. എന്നിട്ട് നിങ്ങൾ പറയാ അതിൽ പല രഹസ്യങ്ങളും ഉള്ളതുകൊണ്ട് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നില്ലെന്ന്. ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നേ, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം, മുഴുവൻ വീഡിയോ ക്യാമറകളും പരിശോധിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിടണം. അറിയണമല്ലോ കലാരാജു കോൺഗ്രസിന്റെ വണ്ടിയിൽ വന്നിറങ്ങി ചെയർമാന്റെ വണ്ടിയിൽ പാർട്ടി ഓഫീസിലേക്ക് പോയിന്ന്. കലാരാജു 4 ദിവസം ഒളിവിലിരുന്നിട്ട് കോൺഗ്രസിന്റെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചു വന്നാണോ?
സ്കൂളിലെ പിള്ളേർ പോകുമ്പോൾ ബൈക്കിന് ലിഫ്റ്റ് അടിക്കുന്ന പോലെ നാണമില്ല അരുൺകുമാറെ. നിങ്ങളൊക്കെ എവിടത്തെ വക്കീല? കലാരാജു എന്ന് പറഞ്ഞ നിങ്ങളുടെ കൗൺസിലർ, നിങ്ങളുടെ പാർട്ടിയിൽ 10-25 കൊല്ലക്കാലം പ്രവർത്തിച്ച് വളർന്ന പാർട്ടിയിലെ ഉന്നത സ്ഥാനത്തെത്തിയ കൗൺസിലർ ആയിട്ടിരിക്കുന്ന ഒരു മെമ്പർ, കൗൺസിലർ ലിഫ്റ്റ് അടിച്ചു വന്നിട്ട് ചെയർമാന്റെ വണ്ടിയിൽ കയറി പാർട്ടി ഓഫീസിൽ പോയി. ചെയർമാന്റെ വണ്ടിയിൽ കയറുന്നവരെ മറുപടി ഉണ്ടാകും. കൃഷ്ണദാസിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. മറുപടി പറയണ്ടേ? കേരളത്തിലെ ഏത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും CPM-ന്റെ ഭാഗത്തു നിന്ന് ഇത്രത്തോളം വലിയ വേട്ട നേരിടുമ്പോൾ കോൺഗ്രസ് പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സംരക്ഷിക്കണ്ടേ? അങ്ങനെ സംരക്ഷിക്കണ്ടേ? അവർ CPM-ന്റെ കൗൺസിലർ ആണെന്നുള്ള അരുൺകുമാർ ഇത്രയും നേരം പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് CPM-ന് അവരെ സംരക്ഷിക്കാൻ പറ്റാത്തത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസിന് എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ പറ്റാത്തത്? അവര് സംരക്ഷിക്കാൻ പറ്റാതെ പരാജയപ്പെടുമ്പോൾ, അവരുടെ ഗുണ്ടകളാൽ കലാരാജുവിനെ പോലുള്ള ആളുകൾ വേട്ടയാടപ്പെടുമ്പോൾ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എടുക്കേണ്ട ചുമതലയല്ലേ? രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയമായ സംരക്ഷണമാണോ നൽകിയിരിക്കുന്നത്? അട്ടിമറിക്കുന്നതാണ്. പഞ്ചായത്തിലെ, മുനിസിപ്പാലിറ്റിയിലെ തീർച്ചയായിട്ടും എന്താ അതിൽ സംശയം? രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും കൊടുക്കേണ്ട ഒരു സംരക്ഷണം ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ അത് ചെയ്യും. അത് നാളെ മറ്റേത് കൗൺസിലറുടെ കാര്യത്തിലായാലും അത് ചെയ്യും. അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് അത്രത്തോളം വേട്ട നേരിടുമ്പോൾ, അവരെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ, അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ, കൊലവിളി നടത്തുമ്പോൾ, വസ്ത്രമഴിച്ച് ആക്ഷേപിക്കുമ്പോൾ, പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുമ്പോഴൊക്കെ ഞങ്ങളത് സംരക്ഷിക്കാൻ ശ്രമിക്കും. പകരം ഇവിടെ പോലീസ് സംവിധാനമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താ? കോടതി പറഞ്ഞു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. കൂത്താട്ടുകുളത്ത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കേരളത്തിലെ പോലീസ് പരാജയപ്പെട്ടു. DYSP പരാജയപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയ വണ്ടിയുടെ ഡോർ അടച്ചു കൊടുക്കുകയും വഴിയിലെ ഗതാഗത തടസ്സം മാറ്റി തട്ടിക്കൊണ്ടുപോകുന്ന വാഹനത്തിന് മുമ്പോട്ട് പോകാൻ വഴിയൊരുക്കി കൊടുത്തും DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ്. അവിടെ കൂടിയ CPM-കാരുടെ ഇരട്ടിയിലധികം പോലീസുകാരുണ്ടായിരുന്നു. 2 പോലീസുകാർ വെച്ച് ഒരു CPM-കാരനെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ കലാരാജുവിന് സ്വതന്ത്രമായിട്ട് അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശം നിർണ്ണയിക്കാനായിട്ട് അവർക്ക് ആ മുനിസിപ്പൽ കൗൺസിൽ ചേരാൻ പറ്റുമായിരുന്നല്ലോ. അപ്പൊ എന്തിനാ അത് ചെയ്തത്? അപ്പൊ പോലീസിന്റെ ഒത്താശയോടെ CPM-ന്റെ ഗുണ്ടകൾ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ, ആ കേസിൽപ്പെട്ടത് ആരൊക്കെയാ? CPM-ന്റെ ഏരിയ സെക്രട്ടറിയാണ് 1-ാം പ്രതി, മുനിസിപ്പൽ ചെയർപേഴ്സൺ 2-ാം പ്രതി, വൈസ് ചെയർപേഴ്സൺ 3-ാം പ്രതി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി 4-ാം പ്രതി. ഇവരൊക്കെ ഇപ്പോഴും നിർബാധം. ശ്രീ ജിൻഡോ ജോൺ, ശ്രീമതി കലാരാജു ഇപ്പോൾ നിങ്ങളുടെ സംരക്ഷണയിലാണ്. അത് കലാരാജുവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്നു, ഇപ്പോൾ നിങ്ങളും അത് വ്യക്തമാക്കുന്നു. ഇനി CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് കലാരാജു കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇനി മുന്നോട്ട് അവർ ഒരു ഭാവിയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെയായിരിക്കും കാണുക? എങ്ങനെയായിരിക്കും കോൺഗ്രസ് നിലപാടുണ്ടാവുക? അല്ല, അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ പ്രയാസം നേരിട്ടപ്പോൾ, അവർ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ, അവരുടെ വസ്ത്രാക്ഷേപം പോലും ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അവർക്ക് സംരക്ഷണമായിട്ട് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും അവരുടെ ഒപ്പം നിന്നത്, അവർക്ക് ആശുപത്രിയിൽ ചികിത്സാ സഹായം ഉറപ്പാക്കിയതൊക്കെ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായം അവർ തീരുമാനിക്കട്ടെ. അതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് അവരെടുക്കുന്ന ഏത് തീരുമാനമായാലും അത് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമല്ല, അവരുടെ സ്വാതന്ത്ര്യം അവരെടുക്കട്ടെ. ഇവിടെ പറഞ്ഞെന്താ? ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒന്നാ. ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ. മറ്റേ നമ്മുടെ വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തില് കരുമാലൂര്, അവിടെ രാവിലെ കൂറുമാറിയ ആളെ വൈകിട്ട് ഇവര് വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തല്ലോ. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന അങ്ങനെയാണോ? അതാണോ ജനാധിപത്യം പണാധിപത്യം കൊണ്ട് കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെയാണോ അരുൺകുമാറെ? അപ്പൊ കൂറുമാറുന്ന ആളുകളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തതുപോലെയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ പാർട്ടി ഓഫീസിലേക്ക് സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും കൊണ്ടുപോയ പോലെ ആണെങ്കിൽ കരുമാലൂരിൽ നിങ്ങൾക്കിപ്പോ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകണ്ടായിരുന്നോ? ഞങ്ങളുടെ രീതി അതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയില്ല. നിങ്ങൾ എന്നിട്ട് ജനാധിപത്യത്തെ പണാധിപത്യത്തും കൊണ്ട് നേരിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹം കൊണ്ട് സൗഹൃദം കൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. നിങ്ങളുടെ കൗൺസിലർമാരെ നിങ്ങളുടെ ഇന്ന് ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കാലുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷമുണ്ടായി, അത് പരാജയപ്പെടുത്തി, അത് വസ്തുതയാണ്. ഇത്തരത്തിൽ കലാരാജുവിനെ മുന്നണിയിലെത്തിക്കാൻ ശ്രമിച്ചത് UDF ആണ്. അതിന്റെ ഭാഗമായാണ് ഈ പ്രശ്നങ്ങളൊക്കെയും നടന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുന്നത്. CPM നേതാക്കൾ ഇന്ന് ആവർത്തിക്കുന്നത്, CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ആവർത്തിച്ചത്. UDFന്റെ ആ ശ്രമമാണോ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് കാരണമായത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇനി ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിയേക്കാൾ തരം താണ നിലവാരത്തിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം മറന്നുപോയി. അത് അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ള ഒരു മറവിയാണ്. കാരണം തല്ലിക്കൊല്ലാൻ നോക്കുന്നതിന് ജീവനരക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇനി കലാരാജു കൂറുമാറാൻ തീരുമാനിച്ചിരുന്ന ആളാണെന്ന് വെക്കി, അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കൂ. കൂറുമാറാൻ തീരുമാനിച്ച ആളുകളെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി തുണിയഴിച്ച് അവരെ പൊതുമധ്യത്തിൽ ആക്ഷേപിച്ച് മുടിക്കുത്തിന് പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പൊ അത് ഞങ്ങൾ നോക്കി നിൽക്കും എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്. അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ?
കൂറ് മാറിയായാലും കൂറ് മാറിയില്ലെങ്കിലും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ സംരക്ഷണം കൊടുക്കണം. സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക സംരക്ഷണം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത്? അല്ലല്ലോ. സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരായിട്ടുള്ള സ്ത്രീകൾക്കും സംരക്ഷണം കൊടുക്കണ്ടേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്? അപ്പൊ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അങ്ങനെ പ്രത്യേക നിലവാരമുണ്ടോ? ഈ റഷ്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇവരുടെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മരിച്ചാൽ പല തട്ടിലുള്ള ആളുകൾ സെമിത്തേരി ഉണ്ടെന്ന്, പല തട്ടിലുള്ള കല്ലറകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണം. സ്ത്രീ സുരക്ഷ ഇങ്ങനെയാണോ? ഈ കലാരാജുവിനെ പോലുള്ള സഖാക്കന്മാരെ അണിനിർത്തിയല്ലേ കുറച്ചു കാലം മുമ്പ് പൊരുവയലത്ത് കേരളത്തിന്റെ തെരുവീതികളിൽ നിങ്ങൾ വനിതാ മതിൽ ഒരുക്കിയത്? അന്ന് ഈ കലാരാജുവിന്റെ കൈകൂട്ടി പിടിച്ചില്ലേ? കലാരാജുവിനോടും പറഞ്ഞില്ലേ സ്ത്രീ സംരക്ഷണം തരും, സുരക്ഷ ഒരുക്കും എന്നൊക്കെ? അപ്പൊ കലാരാജുവിനും ഇല്ലേ? ശബരിമലയിൽ കയറ്റാൻ പോയ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുത്ത സംരക്ഷണം പോലും കലാരാജു 25 വർഷം CPM-നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കൗൺസിലറായിട്ടുള്ള CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച കലാരാജുവിന് കൊടുക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? അതിന് അരുൺകുമാർ പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങളുടെ കൗൺസിലറെ ഞങ്ങൾ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എന്താന്ന്? നിങ്ങളുടെ കൗൺസിലർമാരെ നിങ്ങൾ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണോ? പാവാടയുടെ കുത്തഴിച്ചും സാരിയുടെ കുത്തഴിച്ചും പൊതുമധ്യത്തിൽ മുടിക്ക് കുത്തി പിടിച്ചോളാം നിങ്ങളുടെ കൗൺസിലർമാരെ നിങ്ങൾ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്നത്? 300 മീറ്റർ അപ്പുറമുള്ള പാർട്ടി ഓഫീസിലേക്ക് എന്തിനാണ് ഇത്ര ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയത്? അതിന് CPM പ്രധാനമായും പറയുന്നത് ഇതിൽ കൃത്യമായി UDF-ന്റെ തിരക്കഥയുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, ജനുവരി ആദ്യം മുതൽ തുടങ്ങിയ ഒരു തിരക്കഥ അതിന്റെ ഭാഗത്തുണ്ട്. മാത്യു കുഴൽനാടൻ MLA, അനൂപ് ജേക്കബ് MLA ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം അതിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഒരുക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെയും നടന്നത് എന്നാണ് CPM പ്രധാനമായും ആരോപിക്കുന്നത്. അങ്ങനെ ഒരു തിരക്കഥ അവിടെ ഉണ്ടോ ശ്രീ ജിൻഡോ ജോൺ? അതിന് അല്ല, സാമാന്യ ബോധമുള്ള ആളുകൾക്കല്ല. ഇനി തിരക്കഥ ഉണ്ടെങ്കിൽ ആ തിരക്കഥ അനുസരിച്ച് അഭിനയിക്കുന്ന ആടുന്ന ആളാണോ 25 വർഷക്കാലം CPM-ന്റെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വളർന്നു വന്ന് കൗൺസിലറായ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളുകൾ? ഇപ്പോഴും അരുൺകുമാർ പറയുന്നു കലാരാജു ഇപ്പോഴും സഖാവാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ കൗൺസിലറാണെന്ന്. ഇപ്പോഴും അവരുടെ പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് അവരവകാശപ്പെടുന്ന കലാരാജു കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്ന തിരക്കഥ അനുസരിച്ച് അഭിനയിക്കുന്ന നടിയാണെന്നാണോ CPM-ന്റെ നേതാക്കന്മാർ പറയുന്നത്? അരുൺകുമാറിനെ പോലുള്ള ആളുകൾ പറയുന്നത്? എന്തൊരു നാണം കെട്ട വാദമാണ് അത് പറയുന്നത്? എന്തൊരു നാണം കെട്ട വാദമാണ്? അത്രത്തോളമുള്ളൂ നിങ്ങളുടെ പാർട്ടി ക്ലാസ്. നിങ്ങൾ ഈ 10-25 വർഷക്കാലം കലാരാജുവിനെ പോലുള്ള സഖാക്കന്മാർക്ക് കൊടുത്ത പാർട്ടി ക്ലാസും നിങ്ങളുടെ പഠന ക്ലാസും ഒക്കെ അത്രത്തോളം അല്പമായിരുന്നോ? അത്രത്തോളം പരാജയപ്പെട്ടു പോയോ? അങ്ങനെയാണ് അരുൺകുമാർ സമ്മതിക്കുന്നത്? യെസ്.